ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. അപ്പോൾ മക്കളെ, നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞാലും പഠന പ്രവർത്തനങ്ങളിൽ നമുക്ക് പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ. അതിൽ ഏറ്റവും വലിയ ഒരു ചോദ്യം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണാറുള്ള ചോദ്യങ്ങളിൽ ഇതെങ്ങനെ തയ്യാറാക്കും, പരീക്ഷയ്ക്ക് വരുമ്പോ ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ. അങ്ങനെ ഒരു ചോദ്യമാണ് നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് തയ്യാറാക്കുക എന്ന് പറയുന്ന ആ ഒരു ചോദ്യം നമ്മൾ എത്ര കണ്ടു പഠിച്ചാലും വീണ്ടും വീണ്ടും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അപ്പൊ പോസ്റ്ററും നോട്ടീസും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ നമ്മളെ കുഴക്കാറുണ്ട്. നോട്ടീസ് എന്താണ്, പോസ്റ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. ആദ്യം നോട്ടീസ് അറിയാം, അപ്പൊ പോസ്റ്റർ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലെ. ഇന്ന് വരിയും എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ ഒരു ചിത്രം എന്താണ് നമ്മളോട് സംവദിക്കുന്നത് എന്നതിനെ പറ്റി അല്ലെ. കുറേ കാലം മുൻപുള്ള ഒരു ഫോട്ടോ, നമ്മുടെ തന്നെ ഫോട്ടോ നമ്മൾ ഇപ്പൊ കാണുന്ന സമയത്ത് എന്താണ് അതിന്റെ ഒരു മാറ്റം, അന്നത്തെ കാലത്ത് അല്ലെ. ഞാനിപ്പോ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കല്യാണത്തിന്റെ സമയത്തുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഞാനിങ്ങനെ വളരെ ഇഷ്ടത്തോടെ അല്ലെ, ക്യൂരിയോസ് ആയിട്ട് നോക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അത് കാണുമ്പോൾ ഒരു കൗതുകമാണ് അല്ലെ. അപ്പോൾ മുൻപുണ്ടായിരുന്ന ഓരോരോ സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങളായിക്കോട്ടെ, അന്നത്തതിൽ നിന്നും ഒരുപാട് ഇന്ന് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓരോ കാര്യവും മാറി. അപ്പോൾ അന്നത്തെ ഫോട്ടോവും ഇന്നത്തെ ഫോട്ടോവും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ മാറ്റങ്ങളുമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ. അതുപോലെ ഇന്ന് നമ്മൾ എന്തും ഏതും സെൽഫി ആക്കാറുണ്ട്, ഫോട്ടോ. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്താണ്, അന്നത്തെ കാലത്തൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചത് കൊണ്ടാണ് ആ കാലത്തെ പറ്റി ഇന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലെ. ഫോട്ടോയിലൂടെ ചില ചിത്രകാരന്മാർ തന്റെ ഭാവനയിലൂടെ വരയ്ക്കുന്നു അല്ലെ. ബേപ്പൂരിലുള്ള ആദ്യത്തെ ആവി വണ്ടി, തീവണ്ടി ഇറങ്ങിയ ആ ഒരു സമയത്ത്, ഓടിത്തുടങ്ങിയ ആ കാലത്ത് ചിത്രമാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പാഠഭാഗത്തില് അല്ലെ. അപ്പോ ഇന്ന് ഒരുപാട് ചിത്രകാരന്മാർ, അറിയപ്പെടുന്ന ചിത്രകാരന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് ചിത്രകാരന്മാരുണ്ട്. അതേപോലെയാണ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. നമ്മള് പ്രകൃതി ദൃശ്യങ്ങളെയൊക്കെ വളരെ മനോഹരമായി ക്യാമറയിൽ പകർത്താന് പലർക്കും വലിയ ഇഷ്ടമാണ് അല്ലെ. അത് ക്യാമറ തന്നെ വേണമെന്നൊന്നുമില്ല, മൊബൈൽ ക്യാമറയിലും എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. ടൂറൊക്കെ പോകുന്ന സമയത്ത് അതൊരു ഓർമ്മയാണ് ശരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് നോട്ടീസ് തയ്യാറാക്കുക. ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളത്. നോട്ടീസ് തയ്യാറാക്കുക നമ്മുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നിങ്ങളുടെ സ്കൂളില് 6ാം ക്ലാസ്സിന്റെ ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ എടുത്ത മൊബൈൽ ചിത്രങ്ങൾ, അതുപോലെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ, മൊബൈൽ ഫോട്ടോസും അതുപോലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. ഗംഭീര പരിപാടിയായിട്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. സ്കൂളിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ എത്ര ഡിവിഷൻ ആണോ ഉള്ളത് അതിലെല്ലാവരും വരച്ച ചിത്രങ്ങളും അതുപോലെ മൊബൈൽ ക്ലിക്കുകളും ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു സ്കൂൾ ഹാളില് ഒരു ചിത്ര പ്രദർശനം നടത്താണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്കൊരു നോട്ടീസ് വേണം. അപ്പൊ നോട്ടീസിന് ഒരു പേരൊക്കെ കൊടുക്കണം അല്ലെ. പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ക്ലിക്ക് 2025 എന്ന് ഞാൻ കൊടുത്തു. ഫോട്ടോ ചിത്ര പ്രദർശനം എന്താണെന്ന് കാര്യം പറഞ്ഞു, എപ്പോഴാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത് എന്നും കൂടെ ഫ്രണ്ട് പേജിൽ പറഞ്ഞു. 2025 സെപ്റ്റംബർ 25 സ്കൂൾ ഹാളിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. അപ്പൊ പേര് നിങ്ങൾക്ക് അടിപൊളി പേരുകൾ ഇടാം കേട്ടോ. എന്താണ്, ഇഷ്ടംപോലെ പേരുകളുണ്ട്. അത് എന്നേക്കാളും ഭാവന അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക്, സർഗാത്മകമായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല പേരുകളൊക്കെ ഉണ്ടാക്കിയിടാം. പിന്നെ ഫോട്ടോ ചിത്ര പ്രദർശനമാണ് എന്ന് എഴുതുക. 2025 സെപ്റ്റംബർ 25 സ്കൂൾ ഹാളിലാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ നോട്ടീസിൽ വേണ്ട കാര്യം എന്താണ് നമ്മളൊരു ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എന്താണ് നടക്കുന്നത് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ഷണക്കത്ത് പോലെയാണ് നോട്ടീസിന്റെ അടുത്ത ഭാഗം. പ്രിയപ്പെട്ടവരെ, GUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിത്രീകരിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോട്ടോകളുടെയും വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനം സെപ്റ്റംബർ 25 നടക്കുകയാണ്. എന്താണ് നടക്കുന്നത് എന്ന് പ്രശസ്ത ചിത്രകാരനും അധ്യാപകനുമായ ശ്രീ അഭിലാഷ് തിരുവോത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങ് നിറമുള്ളതാക്കാൻ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പ്രോഗ്രാം കൺവീനർ.
ഇതൊരു ക്ഷണക്കത്താണ് അല്ലെ. ആദ്യം നമ്മൾ എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് പറഞ്ഞു. ഫോട്ടോ ചിത്ര പ്രദർശനമാണ്, എവിടെയാണ്, എന്നാണ് എന്നുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാണ്. ആരെയാണ്? 6ാം ക്ലാസ്സിലെ കുട്ടികളാണ് പരിപാടി നടത്തുന്നതെങ്കിൽ മറ്റുള്ള കുട്ടികളെയും സ്കൂളിലെ മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒക്കെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് അല്ലെ. അപ്പൊ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നു. സ്കൂളിന്റെ പേര് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിത്രീകരിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോട്ടോകളുടെയും വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനം സെപ്റ്റംബർ 25 നടക്കുന്നു. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഉദ്ഘാടകന്റെ പേരൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഇത് ഞാൻ ഈ പേര് കൊടുത്തത് എൻ്റെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു. നല്ലൊരു ചിത്രകാരനും അതുപോലെ രസതന്ത്രം അധ്യാപകനും കൂടിയാണ് കേട്ടോ. ഇവിടെ കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ്. ഇങ്ങനെ ഉദ്ഘാടന പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്, ചിത്രം വരച്ചുകൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അപ്പോൾ അഭിലാഷ് മാഷിനെ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ചിത്രകാരന്മാരുടെ പേരുകളൊക്കെ കൊടുക്കാം. അപ്പോ ഉദ്ഘാടന ചടങ്ങ് നിറമുള്ളതാക്കാൻ അല്ലെ, നമ്മള് നിറമുള്ളതാക്കുക എന്ന് പറയുമ്പോൾ ഗംഭീരമാക്കാൻ, ഭംഗിയാക്കാൻ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പ്രോഗ്രാം കൺവീനർ. ഇതോടൊപ്പം നോട്ടീസ് കഴിയില്ല. എന്തൊക്കെയാ പരിപാടി എന്ന് നമ്മൾ പറയണം. അപ്പൊ കാര്യപരിപാടി എന്താണ്? പ്രാർത്ഥന. അത് നിങ്ങളുടെ ഏതെങ്കിലും കുട്ടികളുടെ പേര് കൊടുക്കാം. പിന്നെ സ്വാഗതം, ഒരാൾ സ്വാഗതം പറയും അല്ലെ. ശ്രീ അംബരീഷ്, ഞാനൊരു പേര് കൊടുത്തതാണ്. സ്കൂളിലെ ആർട്ടിന്റെ അധ്യാപകനായിക്കോട്ടെ, കലാധ്യാപകൻ. അധ്യക്ഷൻ ആരാ? അധ്യക്ഷൻ എന്നുണ്ട്. അധ്യക്ഷൻ ആരാണ്? ശ്രീമതി ഹേമലത. സ്കൂളിലെ പ്രധാന അധ്യാപികയായ ഹേമലത ടീച്ചറാണ്. പിന്നെ ഉദ്ഘാടനം ശ്രീ അഭിലാഷ് തിരുവോത്ത്, ചിത്രകാരൻ, അധ്യാപകൻ. പിന്നെ ആശംസകൾ അർപ്പിച്ച് കുറച്ചുപേര് സംസാരിക്കുന്നുണ്ട്. ശ്രീമതി എന്നാണ് ഇവിടെ വേണ്ടു. ശ്രീമതി ശ്രീജ ആരാണ്? വാർഡ് മെമ്പർ. നമ്മുടെ വാർഡ് മെമ്പർ ഒരു ജനപ്രതിനിധിയെയും കൂടെ നമ്മൾ ക്ഷണിക്കുന്നു. വാർഡ് മെമ്പർ. ശ്രീ അനീഷ് PTA പ്രസിഡന്റ്. ശ്രീ സുഭാഷ് ഫോട്ടോഗ്രാഫർ, അതും കൂടെ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോ ശ്രീ സുഭാഷ്. നന്ദി പാർവതി, ക്ലാസ് ലീഡർ, 6A ക്ലാസ് ലീഡറായ പാർവതി, നന്ദി. പിന്നെ ശേഷം ഫോട്ടോ ചിത്ര പ്രദർശനം. ഇതാണ് നമ്മുടെ പരിപാടി. ഇതാണ് ഒരു നോട്ടീസിന്റെ മാതൃക. വേറെ പരിപാടിയാ വരുന്നതെന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ മോഡൽ ഇത് തന്നെ. ഉദ്ഘാടനം എന്ത് പരിപാടിയാണോ, സാഹിത്യ പരിപാടിയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സാഹിത്യകാരന്റെ പേര് കൊടുക്കുക അല്ലെ. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും സാഹിത്യകാരന്മാരുടെ പേര് കൊടുക്കുക. നമ്മുടെ സ്കൂളിലെ പരിപാടിയുടെ ഉദ്ഘാടനം അല്ലേ. പിന്നെ ക്ഷണക്കത്ത് പോലെ ഇവിടെ കൊടുക്കുക. പിന്നെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? പിന്നെ ഇതാ അതിന്റെ ഒരു എന്താണ് പരിപാടിയുടെ പേരൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കുക. അപ്പൊ മക്കളെ, ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ 6ാം ക്ലാസ്സിലെ നമ്മുടെ വജ്ര എന്ന് പറയുന്ന ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവിധ സമയങ്ങളിൽ ഓഫറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ഈ നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ സ്ലൈഡ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. ഏകദേശം ഒരു മോഡൽ കണ്ടാൽ നമുക്ക് പരീക്ഷ എഴുതാൻ ഒരു ആത്മവിശ്വാസമാണ് അല്ലെ. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഇവിടെ എക്സാം ഒക്കെ നടത്തി നിങ്ങളെ സെറ്റാക്കി വിടുന്ന ഒരു ബാച്ചാണ്. ഒരു വർഷത്തേക്ക് 2750 രൂപയാണ്. ഇനി മുതൽ ചില പ്രത്യേക അവസരങ്ങൾ, ഓണത്തിന് ഓഫർ ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേ, ഇനിയിപ്പോ നമ്മുടെ പൂജ സമയങ്ങളിലൊക്കെ ഓഫർ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്യുക. വിളിക്കേണ്ട നമ്പർ 9994000800 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പൊ എല്ലാവരും കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ടാറ്റാ ബൈ. കൂടെ ഇത് ഞങ്ങളുണ്ട്. ബൈ.